മോഡിഫിക്കേഷൻ ചെയ്താൽ കേരളത്തിൽ പുറത്തുള്ള സെലിബ്രിറ്റീസ് അതായത് യൂട്യൂബർമാരായിക്കോട്ടെ സിനിമ നടന്മാരൊക്കെ അവർ ഇതേപോലെ നമ്മളെ MVD മാമന്മാരെ പിടിക്കൊണ്ട് നമ്മളൊക്കെ അറിയണ്ടേ. അല്ലെങ്കിൽ ഈ വിളിച്ചിട്ട് MVD പ്രോബ്ലം, ഈ വിളിച്ചിട്ട് MVD ഇഷ്യൂ, ഈ വിളിച്ചിട്ട് പിടിച്ചിട്ടുള്ള സംഭവം തന്നെയാണോ? ഓക്കെ, വേറെ ഒരു പ്രത്യേകിച്ച് പുതുമയും കാര്യമൊന്നുമില്ല, ആശ്ചര്യപ്പെടാനില്ല. ഓക്കെ, കുറേ സാമ്യതകളുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് കാര്യം പിടികിട്ടാതിരിക്കാൻ പറഞ്ഞാൽ കാർ ഇപ്പോഴും അമിതാഭ് ബച്ചന്റെ പേരിലാണുള്ളതെന്നും ഗതാഗത വകുപ്പിന്റെ അഡീഷണൽ കമ്മീഷണർ നരേന്ദ്ര കോൾക്കർ പറയുന്നു. ബച്ചന്റേതുൾപ്പെടെ 7 ലക്ഷറി കാറുകളാണ് മതിയായ രേഖകളില്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാറുകൾ പിടിച്ചെടുക്കാൻ ബാംഗ്ലൂർ UB സിറ്റിക്ക് സമീപം അതേ ഇഷ്യൂ നമ്മളെ അമിതാഭ് ബച്ചനും പറ്റുകയാണ്. ഓക്കെ, നമ്മളെ ഹോളിവുഡ് താരം അമിതാഭ് ബച്ചന്, ബോളിവുഡ് ഹോളിവുഡ് ഏതൊരു ഒരു താരം അമിതാഭ് ബച്ചന് ഇതേപോലെ പണി കിട്ടിയാണ്. ഓക്കെ, അതായത് മനുഷ്യന്മാർക്ക് ഓൺലൈൻ പുതിയോടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഗൈസ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് നിന്നൊരു സംഭവമാണ് ഈ ബുൾജറ്റിന്റെ അറസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ബുൾജറ്റ് MVD പ്രോബ്ലം, ഈ ബുൾജറ്റ് MVD ഇഷ്യൂ, ഈ ബുൾജറ്റിനെ പിടിച്ച് ജയിലിലിട്ടു, ജാമ്യം കിട്ടി, അതായി നെപ്പോളിനെ പിടിച്ചിട്ടു, അത് പുതിയ വാഹനം കൊണ്ടിറക്കി, പഴയ പടക്കുതിരൻ ഇറക്കി. അതൊക്കെ ഇപ്പോഴും കുറച്ച് നാൾക്ക് മുമ്പും വരെ സോഷ്യൽ മീഡിയ അടക്കി വായുന്ന സംഭവമാണ്. ഓക്കെ, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് തോനെ അടക്കി വായുന്ന സംഭവമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുമായിട്ട് ഏറെക്കുറെ സാമ്യതകളുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് കാര്യം പിടികിട്ടാതിരിക്കാൻ പറഞ്ഞാൽ, അതായത് ഈ ബുൾജറ്റിന്റെ പല വീടുകളിൽ ഈ ബുൾജറ്റിന്റെ ലിബിനും തന്നെ പറഞ്ഞാണ് ഇത് ഞങ്ങൾ ഒരു അജണ്ടയാണ്, ഒരു സ്ക്രിപ്റ്റാണ്, ഒരു നാടകമാണ്, ഇത് ഞങ്ങളെ കൊടുക്കാതെ വേറെ തന്ത്രമാണ്, ഞങ്ങളെ വണ്ടി വെച്ച് ഞങ്ങളെ പൊക്കിയതാണ്, ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ടീമിന്റെ ഒക്കെ കളിയാണ്. അതൊക്കെ അവർ പറഞ്ഞ മതിയാണ്. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് സെലിബ്രിറ്റീസിനെ പിടിച്ച സ്വാഭാവികമായിട്ടും പറയുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, വേറെ ഒരു പ്രത്യേകിച്ച് പുതുമയും കാര്യമൊന്നുമില്ല, ആശ്ചര്യപ്പെടാനില്ല. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്ക്, അതായത് കേരളത്തിന് പുറത്തുള്ള MVD മാമന്മാരെ കുറിച്ചാണ്. ഓക്കെ, കേരളത്തിന് പുറത്തുനിന്ന് ഉദ്ദേശിച്ച് തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ഗോവയിൽ അവിടെയൊക്കെ MVD മാമന്മാരെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിച്ചാൽ നല്ല വീഡിയോയിലേക്ക്. അപ്പോൾ കഴിച്ചാൽ പറയാവുന്നത്രയുള്ളൂ. അതായത് ഇതേപോലെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്താൽ കേരളത്തിന് പുറത്തുള്ള സെലിബ്രിറ്റീസ് അതായത് യൂട്യൂബർമാരായിക്കോട്ടെ സിനിമ നടന്മാരൊക്കെ അവർ ഇതേപോലെ നമ്മളെ MVD മാമന്മാരെ പിടിക്കൊണ്ട് നമ്മളൊക്കെ അറിയണ്ടേ. കേരളത്തിൽ ഉള്ളിൽ നടക്കുന്ന MVDക്കാരെ കാരണം മാത്രമേ അറിയണമല്ലോ സോഷ്യൽ മീഡിയ വഴി, പുറത്തുള്ള ആൾക്കാരെ അറിയണ്ടേ. അപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ സംഭവം മനസ്സിലാക്കും. നമ്മൾ വേറെ ഒന്നും സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളെ ഈ ബുള്ളറ്റിന് പറ്റിയ അതേ ഇഷ്യൂ നമ്മളെ അമിതാഭ് ബച്ചനും പറ്റുകയാണ്. ഓക്കെ, നമ്മളെ ഹോളിവുഡ് താരം അമിതാഭ് ബച്ചന്, ബോളിവുഡ് ഹോളിവുഡ് ഏതൊരു താരം അമിതാഭ് ബച്ചന് ഇതേപോലെ പണി കിട്ടിയാണ്. ഓക്കെ, അദ്ദേഹത്തിന് പിടിച്ചെടുത്തത് കാരവനല്ല, മറിച്ച് ലംബോർഗിനായിരുന്നു. ഓക്കെ, അത്യാവശ്യം നല്ല വിലയുള്ള ലംബോർഗിനാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ന്യൂസ് കണ്ടിട്ട് തരാം. ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ പേരിലുള്ള ആഡംബര കാർ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്തതിനും ഇൻഷുറൻസ് ഉൾപ്പെടെ രേഖകളില്ലാത്തതിനും കർണാടക മോട്ടോർ വാഹന വകുപ്പാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള റോൾസ് റോയ്സ് കാർ പിടിച്ചെടുത്തത്. 2019 ബാംഗ്ലൂരുവിലെ ഒരു വ്യവസായിക്ക് അമിതാഭ് ബച്ചൻ വിറ്റതാണ് ഈ പിടിച്ചെടുത്ത കാർ. അധികൃതർ വാഹനം പിടിച്ചെടുക്കുന്ന സമയത്ത് സൽമാൻ ഖാൻ എന്ന വ്യക്തിയായിരുന്നു വാഹനം ഓടിച്ചിരുന്നതെന്നാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഈ കാർ വ്യക്തി ഇതുവരെ ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ലെന്നും രേഖകൾ പ്രകാരം കാർ ഇപ്പോഴും അമിതാഭ് ബച്ചന്റെ പേരിലാണുള്ളതെന്നും ഗതാഗത വകുപ്പിന്റെ അഡീഷണൽ കമ്മീഷണർ നരേന്ദ്ര കോൾക്കർ പറയുന്നു. ബച്ചന്റേതുൾപ്പെടെ 7 ലക്ഷറി കാറുകളാണ് മതിയായ രേഖകളില്ലാത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാറുകൾ പിടിച്ചെടുക്കാൻ ബാംഗ്ലൂർ UB സിറ്റിക്ക് സമീപം ഓഗസ്റ്റ് 22 വൈകുന്നേരം ബാംഗ്ലൂർ RTO പ്രത്യേക പരിശോധന ആരംഭിച്ചിരുന്നു. ഈ പരിശോധനയിലാണ് അമിതാഭ് ബച്ചന്റെ ഉടമസ്ഥതയിലുള്ള റോൾസ് റോയ്സ് ഫാന്റം ഉൾപ്പെടെയുള്ളവ പിടികൂടിയത്. എല്ലാ വാഹനങ്ങളും ഇപ്പോൾ സിറ്റി RTOയുടെ കസ്റ്റഡിയിലാണ്. വാഹനങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിവിധ ഹൈ എൻഡ് വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. പിടിച്ചെടുത്ത കാറുകളുടെ പട്ടികയിൽ റോൾസ് റോയ്സ് ഫാന്റം, ലാൻഡ് റോവർ, റേഞ്ച് റോവർ, ജാഗ്വാർ, ഫെറാരി, ഔഡി, പോർഷെ തുടങ്ങിയവ ഉൾപ്പെടുന്നു. പരിവാഹൻ വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്ന് ബാംഗ്ലൂർ RTO പറയുന്നു. ഈ വാഹനങ്ങൾ കർണാടക ഒഴികെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ സാധുതയുള്ള രേഖകൾ ഉടമകൾ ഹാജരാക്കിയാൽ വാഹനങ്ങൾ വിട്ടു നൽകും. രേഖകൾ തൃപ്തികരമല്ലെങ്കിൽ ഈ വാഹനങ്ങൾ ലേലം ചെയ്യാനാവശ്യമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തിന് പുറത്തുള്ള രജിസ്ട്രേഷൻ കാറുകളുടെ കാര്യത്തിൽ ഏറ്റവും കർശനമായ നിയമങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റോഡ് നികുതിയുള്ള സംസ്ഥാനം കൂടിയാണ് കർണാടക. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ വാഹനം രജിസ്റ്റർ ചെയ്യാനാണ് മിക്ക കാർ ഉടമകളും ഇഷ്ടപ്പെടുന്നത്. ഈ നടപടികളിലൂടെ കർണാടക സർക്കാരിന് വലിയ വരുമാന നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർശന പരിശോധനയുമായി അധികൃതർ രംഗത്തെത്തുന്നത്.
കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്കാൻ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഉള്ളൂ. അമിതാഭ് ബച്ചന്റെ കാറിനെ കുറിച്ച് ഞങ്ങൾ ന്യൂസ് കേട്ടല്ലോ. ഓക്കെ, ഭയങ്കര ഇതിലൊരു ട്രെൻഡിങ്ങിനായിരുന്നു. എനിക്ക് പറയില്ല എത്ര ഉള്ളൂ. ഈ MVD-കാരെല്ലാം പോലീസുകാരാണോ അവർ നിയമം തെറ്റിച്ചാലും മുമ്പിൽ കണ്ടാൽ തീർച്ചയായും പിടിക്കും. ഓക്കെ, അത് യൂട്യൂബർ ആയാലും അമിതാഭ് ബച്ചനായാലും സിനിമ നടനായാലും വേറെ ആരായാലും. ഓക്കെ, ഞങ്ങൾ കേട്ട ന്യൂസ് അതേപോലെ തന്നെ ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസ് ആയിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീഡിയോ. ഓക്കെ, പിന്നെ നമ്മൾ കൂടുതൽ കാരണമൊക്കെ അടങ്ങിയൊരു കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയി കൊടുത്തേക്കാം. ജസ്റ്റ് എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. എനിവേ അടുത്ത ദിവസം ബൈ ബൈ.